കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും എല്ലാവരും ശബ്ദം ഉയർത്തി ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ശരിക്കും ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒരു ജോലി ചെയ്യണ്ട, ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ആത്മാർത്ഥമായി ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ പൂർണ്ണബോധ്യത്തോടെ വസിക്കാൻ തന്നെ. ക്ലേശകാലത്തവിടുന്ന തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ്സുയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവമെനിക്ക് ഉത്തരമരുളണമേ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. എല്ലാവരും ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. എങ്ങനെയുണ്ട്? ശരിക്കും സങ്കീർത്തനം മാധുര്യമേറി വന്നുകൊണ്ടിരിക്കുന്നു ഇല്ലേ? വേറെ ഒന്നും വേണ്ട, ഈ സങ്കീർത്തനവും പാടി ഈശോൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രേമിച്ച് നടന്നാൽ മതി. അത് മതി. ഈശോ അതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കുഞ്ഞനുജത്തിമാർക്ക് സ്വാഗതം. കുഞ്ഞനുജത്തിമാര് ഈശോനെ പ്രേമിച്ച് നടക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ട് സമയം കിട്ടണില്ല, ഒന്നിനും സമയമില്ല, ജോലിയോട് ജോലി കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്, വേറെ ഒരു കാര്യമല്ല. ഒരു കാര്യം എന്താണ്? ആ ഒരു കാര്യം കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും. അത് ഭയങ്കര പ്രയാസമാണ്. അവിടുത്തെ ഹിതം മാത്രം. അവിടെ നിന്ന് പറയാണ് നീ ഇന്നോടത്തേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ പോകാം. അവിടുത്തെ ഹിതം ആരായ, അവിടുത്തെ മാധുര്യം അനുഭവിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ആത്മാവിൻ്റെ ഒരു പുതിയ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.